ഉണ്ടാവില്ല. ഖുർആനിലായത്താണ് സൂറത്തുൽ നജ്മിലെ, അല്ലേ? നമ്മൾ എന്ത് ചെയ്യുമോ അതിന്റെ പുണ്യം കിട്ടുക പറയും, അതിനുശേഷമൊക്കെ. പക്ഷെ 3 കാര്യങ്ങൾ ഇവിടെ ഈ ഹദീസിൽ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ മരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുമോ? ചെയ്താൽ ഖബറിലേക്കും ആ ചെയ്ത കാര്യത്തിലൂടെ പുണ്യം കിട്ടിക്കൊണ്ടിരിക്കും. 1, സ്വതക്കത്തും ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ എന്താണെന്ന് അടുത്ത ഹദീസിൽ വിശദീകരിക്കുന്നത്. നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ എന്തൊക്കെയാണ് അടുത്ത ഹദീസിൽ നമുക്കത് പഠിക്കാം. അതേപോലെ തന്നെ 2, അയിൽമുൻയുക്ത പ്രവർത്തി, എന്താണ് പ്രയോജനപ്പെടുന്ന അറിവ്, നമുക്ക് ഉപകാരം കിട്ടുന്ന അറിവ്. ആ അറിവ് നമ്മൾ സമ്പാദിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ, അത് ഖബറിലേക്ക് നമുക്ക് പുണ്യം കിട്ടുന്ന ഒരു നല്ല കാര്യമാണ്. മാത്രവുമല്ല അത് വലതും സ്വാലിഹ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടോ? ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്കുണ്ടോ? സ്വതക്കത്തും ജാരിയ, അല്ലേ? ഒന്നെടുത്ത് നോക്കാം. അടുത്ത വേറൊരു ഹദീസുണ്ട്, അതിൽ കുറച്ച് സ്വതക്കത്തും ജാരിയായി നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ പറയുന്നുണ്ട്. അടുത്തു വരുന്ന ഹദീസിൽ അത് നമുക്ക് കാര്യം മനസ്സിലാക്കാം. കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അയ്യുക്ത പ്രവർത്തി. എന്താണ്? ഉപകാരപ്പെടുന്ന അറിവ്. നമുക്കറിയാലോ, നമ്മൾ നമ്മുടെ മക്കളെ ധാരാളം പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് വിദേശ നാടുകളിലുള്ള ആളുകൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ 4-5 മണിക്കൊക്കെ വളരെ ഒരുക്കിയിട്ട് പറഞ്ഞേക്കാറുണ്ട്, വളരെ ഉത്സാഹമാണ്. പക്ഷേ അത് അയ്യുക്ത പ്രവർത്തിയാണ്, പ്രയോജനപ്പെടുന്ന അറിവാണ്. ആണോ? അല്ലല്ലോ. പ്രയോജനപ്പെടുന്ന അറിവല്ല. അള്ളാന്റെ കിതാബ് പഠിക്കല, റസൂലിന്റെ ജീവിതം പഠിക്കല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച പോലെ ജീവിക്കല, നല്ല അമലുകൾ ചെയ്യല, ആ അമലുകൾ ചെയ്യാൻ പറ്റിയ അയിമുകൾ പഠിക്കല, ആ അയിമ പഠിക്കുകയും ചെയ്യുക, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക. അതാണ് അയിമുത്ത പ്രവൃത്തി. പക്ഷേ ആ കാര്യങ്ങളിൽ മാത്രം നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. മറ്റു കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യം, അല്ലേ? ഇപ്പൊ ഒരു ഡോക്ടർ രോഗിയായിട്ടുള്ള ആളുകൾ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, ഷുഗർ പേഷ്യന്റ് ഉണ്ടാവും, മറ്റുള്ളൊക്കെ ഹെൽത്ത് ക്ലാസ് എടുക്കുന്നെങ്കിൽ ആ സദസ്സ് നടയില്ലേ, അല്ലേ? എന്നാലോ അള്ളാന്റെ കിതാബ് പഠിപ്പിക്കുന്നു കേട്ടാലോ സ്വയം താല്പര്യം എടുത്തപ്പോൾ എത്ര ആൾക്കാരുണ്ട്. അപ്പൊ ഖബറിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുക അയിൽമുയുക്ത പ്രവർത്തി, പ്രയോജനപ്പെടുന്ന അയിൽമ നേടാൻ കഴിയണം. അത് നേടുന്ന വിഷയത്തിൽ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ മക്കൾ അത് പഠിപ്പിച്ചിട്ടുണ്ടോ? ആ മക്കൾ അത് പഠിപ്പിക്കുമ്പോഴാണ് അവിടെ ഹദീസിൽ പറഞ്ഞ വലതും സ്വാലിഹ് എന്ന് പറഞ്ഞു, നിലനിൽക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവുള്ളൂ. സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കണം, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അള്ളാഹ് ആരാണെന്ന് അറിയണം, മരണവും അറിയണം. ഇന്നത്തെ മക്കൾക്ക് അത് അറിയുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ സ്കൂളിന്റെ വിഷയങ്ങളും മറ്റുമൊക്കെ ധാരാളം ദുനിയായ അറിവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ മതപരമായ വിഷയത്തിൽ എത്രമാത്രം പ്രാധാന്യം കൊടുത്തു, അല്ലേ? നമുക്കറിയാം, ഇവിടെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ 4 മണിക്ക് പറഞ്ഞേക്കാണെങ്കിലും സുബഹി നമസ്കാരത്തിന് മുമ്പ് തന്നെ നമ്മുടെ മക്കളെ കൊടും തണുപ്പാണെങ്കിൽ കുളിപ്പിച്ച് പറഞ്ഞയക്കും, കോട്ടും തയ്യൊക്കെ ഇട്ടിട്ട്. മദ്രസ ഗൾഫിലുള്ള എത്ര രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ മദ്രസ വിദ്യാഭ്യാസം കൊടുത്തു, അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നതിന് എത്ര പ്രാധാന്യം കൊടുത്തു, അവർക്ക് വരുന്ന സമയം എത്രയാ? ആലോചിച്ച് നോക്കി. കബറിലേക്ക് കിട്ടുന്ന കാര്യമായിട്ട് വരണം. ദുനിയാവ് എത്ര കിട്ടിയാലും വിശ്വാസികളെ മരണത്തോടെ തീരില്ലേ? നിങ്ങൾ എത്ര സാക്ഷ്യപത്രം നേടിക്കോളി, സർട്ടിഫിക്കറ്റുകൾ നേടിക്കോളി, അതൊക്കെ കബറിൽ കൊണ്ട് ഞാൻ MA BEd അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ നേടിയ ആളാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കബറിൽ ഇളവ് കിട്ടില്ല. അതൊന്നും ഇളവല്ല. കബറിൽ രക്ഷപ്പെടാൻ വേണ്ടത് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം. സ്വതക്കത്തും ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ കൊണ്ട് പറയാം. ആ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം. വലതും സ്വാലിഹ്, നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പയുടെ കബർ വിശാലമാക്കി കൊടുക്കണേ, എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കബർ ജീവിതം സുഖപൂർണ്ണമാക്കി കൊടുക്കണമേ, ആനന്ദപൂർണ്ണമാക്കി കൊടുക്കണമേ എന്ന്
ഓരോ നമസ്കാരത്തിലും പ്രാർത്ഥിക്കുന്ന സ്വയമായ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ വിശ്വാസികളെ? ആലോചിക്കുക. നമ്മുടെ കബറിന്റെ വിഷയം മക്കൾക്ക് പലതും നൽകുന്നുണ്ട്, ഭക്ഷണം നൽകുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതാകുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും. മക്കൾക്ക് വയറ് സംബന്ധമായ അല്ലെങ്കിൽ ശരീരത്തിന് രോഗം ബാധിച്ച നമുക്ക് ടെൻഷനാവും, നമ്മൾ കരയും. എന്നാൽ എന്റെ മക്കൾ ഖുർആൻ പഠിക്കുന്നില്ലല്ലോ, എന്റെ മക്കൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നില്ലല്ലോ, എന്റെ മക്കൾ നമസ്കരിക്കുന്നില്ലല്ലോ എന്ന വിഷയത്തിൽ എത്ര മാതാപിതാക്കൾ ഒഴിഞ്ഞിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനോട് ആ വിഷയത്തിൽ ദുആ നടത്തിയിട്ടുണ്ട്. എന്റെ മക്കളെ സ്വാധീനങ്ങളാക്കണമെന്ന് എത്ര രക്ഷിതാക്കൾ പ്രാർത്ഥിച്ചു. ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയില്ല. കബർ ഓർത്തുകൊള്ളുക. കബറിലേക്ക് പുണ്യം കിട്ടണോ? ഇത് ഉണ്ടാക്കണം അല്ലേ? നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന മറ്റൊരു ഹദീസ്, അതുകൂടി നമ്മൾ പഠിക്കണം. ഏഴു കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവൻ മരിച്ച് കബറിലായാൽ മരിച്ച ശേഷം അവരവന്റെ കബറിലാണ്. പക്ഷെ 7 കാര്യങ്ങൾ അവൻ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയി. ചെയ്തു വെച്ച് പോയോ കബറിലേക്ക് അല്ലാഹു കൊടുക്കും, പുണ്യം കൊടുക്കും. അവന്റെ റെക്കോർഡിൽ സാധാരണ നമുക്കറിയാലോ എന്താണ് അല്ലാഹു പറഞ്ഞത്? وَإِنَّ عَلَيْكُمْ لَحَافِظِينَ كِرَامًا كَاتِبِينَ يَعْلَمُونَ مَا تَفْعَلُونَ. അല്ലേ? എന്താ പറഞ്ഞത്? നിങ്ങളുടെ അടുക്കൽ മാന്യന്മാരായ 2 എഴുത്തുകാരുണ്ട്. കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫഅലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന 2 മലക്കുകളുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ പണി കഴിഞ്ഞു. പിന്നെ ആ റെക്കോർഡിൽ പുണ്യം എഴുതില്ല. അല്ല, അത് കഴിഞ്ഞു. അതിനനുസരിച്ച് വിചാരണ ഉണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞില്ലേ, ഏത് 3 കാര്യങ്ങൾക്ക് പറഞ്ഞു? സ്വതക്കത്തും ജാരിയ നിലനിൽക്കുന്ന ദാനം അത് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ റെക്കോർഡിൽ പിന്നെയും ചേർക്കും, പുണ്യം ചേർത്തുകൊണ്ടിരിക്കും. ഉപകാരപ്പെടുന്ന കബറിലേക്ക് ഉപകാരപ്പെടുന്നത് ഇൽമുണ്ടോ? അത് കിട്ടും. വലുതും സ്വാലിഹായ സന്താനങ്ങളെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ റെക്കോർഡിൽ പുണ്യം വന്നുകൊണ്ടേയിരിക്കും. നോക്കുക, 7 കാര്യങ്ങൾ പിന്നെയും പറയുന്നു. എന്താണ്? മൻ അല്ലമ ഇൽമൻ. 1, മൻ അല്ലമ ഇൽമൻ, ഒരാളെ ഇൽമു പഠിപ്പിക്കുക. ഏത് ഇൽമ്? ദുനിയാവിന്റെ ഇൽമല്ല പറയുന്നത്, അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുക. നമുക്കറിയുന്നത് ചിലപ്പോൾ നമുക്കൊക്കെ അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ കഴിയില്ല, അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന സദസ്സിലേക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ടുവന്നിരുത്താം. അവനും ചുറ്റും പഠിപ്പിച്ച ഇൽമ്. മൻ അല്ലമ ഇൽമൻ, മറ്റുള്ളവരെ ദീന് പഠിപ്പിക്കുക. അപ്പോ നമ്മൾ ഒരാളെ, നമസ്കരിക്കാത്ത ഒരാളെ അല്ലെങ്കിൽ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ എന്ത് ചെയ്തു? അതിന്റെ തെറ്റൊക്കെ പറഞ്ഞു കൊടുത്ത്, ആ ശിർക്കെന്ന തെറ്റിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്ത് ആ മനുഷ്യനെ ശിർക്കിൽ നിന്ന് രക്ഷിച്ചു. അല്ലെങ്കിൽ നമസ്കരിക്കാത്ത ഒരാളെ നമസ്കരിക്കാതെ ഇരുന്നുള്ള അപകടങ്ങൾ പറഞ്ഞു കൊടുത്ത് അയാൾ നല്ല അഴിമ പഠിപ്പിച്ചു കൊടുത്തു. നമസ്കരിക്കണം, അങ്ങനെ അയാൾ നമസ്കരിക്കാതെ തുടങ്ങി, ശിർക്കിൽ നിന്ന് ഒഴിവായി. ആര് കാരണം? നമ്മൾ കാരണം. അതിന്റെ കൂടി കബറിലേക്ക് കൊണ്ടുവന്നിരിക്കും. ആ മനുഷ്യൻ എത്ര കാലം നമസ്കരിക്കുന്നോ, എത്ര കാലം ശിർക്ക് ചെയ്യാതെ സ്വാലിഹായി ജീവിക്കുന്നോ, അയാൾക്കൊരു കുറവും വരില്ല. അല്ലാഹു അയാൾക്ക് കൊടുക്കുന്നത് പൂർണ്ണമായി കൊടുക്കും. കുറവ് വരാതെ തന്നെ ഇതിന് കാരണക്കാരനായ അയാൾക്ക് ഈ അഴിമ പഠിപ്പിച്ചു കൊടുക്കുക, ആ ഇൽമ പഠിപ്പിക്കാൻ കാരണക്കാരനായിട്ടുള്ള ആൾക്കും കൊടുത്തുകൊണ്ടിരിക്കും. കബറിലേക്ക് വരുന്ന ഒരു പുണ്യമാണ്. കഴിയത്തില്ല. വീണ്ടും പറയുന്നു, അതു ഉജ്റാ നഹറൻ, ജലസേചന പദ്ധതി. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തോട്, ചെറിയ കുളങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഒരു നാട്ടിന്, ഒരു സമൂഹത്തിന് കുളിക്കാനും അതേപോലെ തന്നെ കുടിക്കാനും മറ്റു ഉപയോഗങ്ങൾക്കും വെള്ളം കിട്ടാത്ത പ്രദേശമാണെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ കുളം പോലെയുള്ള, തോടുകൾ പോലെയുള്ള ജലസംഭരണികൾ നിർമ്മിച്ചു കൊടുക്കുക. അത് നിലനിൽക്കുന്ന ദാനധർമ്മമാണ്, അല്ലെ? നമ്മുടെ നാട്ടിലേക്ക് വരൾച്ച എത്രയോ പ്രദേശങ്ങളുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിയില്ല, കൂട്ടായിട്ട് എന്ത് ചെയ്യാം? ജലസേചന പദ്ധതി ഉണ്ടാക്കുക. നമ്മൾ മരിച്ചുപോയി, ഇങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ മരിച്ചുപോയി. പക്ഷേ നമ്മൾ മുൻകൈയെടുത്തുകൊണ്ട് നമ്മൾ നിർമ്മിച്ച ആ ജലസേചന പദ്ധതിയിൽ നിന്നാണ്, ആ വെള്ളത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആ നാട്ടിലെ ആളുകൾ കുളിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ
നാടിന് ഉപകാരം ഉണ്ടാക്കി കൊടുത്തു. ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. സമ്പത്ത് അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ അനുഗ്രഹത്തോട് കൂടിയത്. സമ്പത്ത് എത്ര കിട്ടിയാലും മതി. സമ്പത്ത് കുറച്ചും കൂടി വരട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ലാത്തത്. ഇനി നോക്കി വീണ്ടും പറയുന്നു 3 ഇതേപോലെ തന്നെ കിണർ കുഴിച്ചു കൊടുക്കുക. ഈ പറഞ്ഞ വിഷയം തന്നെ. ഒരു നാട്ടിൽ വെള്ളം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ കിണർ വലിയ ചുരുങ്ങിയ ചെലവ് നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കിണർ കുഴിച്ചു കൊടുക്കുക. ഒരു പൊതു കിണർ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് കിണറുണ്ട്. അതുപോലെ വെള്ളം മറ്റുള്ളവർക്ക് ലഭിക്കുന്ന കിണറുകൾ കുഴിച്ചു കൊടുക്കുക, നിർമ്മിച്ചു കൊടുക്കുക. അപ്പോ നമ്മൾ മരിച്ചു പോയാൽ ആ കിണർ അവിടെ തന്നെ ഉണ്ടാവും അല്ലേ? എന്താ സംഭവിക്കുന്നത്? ആ നാട്ടിലെ ആളുകൾക്ക് അതിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. ആ നാട്ടിലെ ആളുകളൊക്കെ അതിൽ നിന്നാണ് മറ്റു ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. അതിന്റെ കൂലി മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മാത്രവുമല്ല വീണ്ടും പറയുന്നു ഈന്തപ്പന വെച്ചുപിടിപ്പിക്കുക. ഈന്തപ്പന നമ്മുടെ നാട്ടിൽ അത് പറ്റില്ല. അപ്പോ മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന തണൽ വൃക്ഷങ്ങൾ, അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ, അങ്ങനെയുള്ള വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക അല്ലേ? നമുക്കറിയാലോ അതിന്റെ പുണ്യം. നമ്മളൊരു വൃക്ഷം വെച്ച് പിടിപ്പിച്ചു, അത് വളർന്നു വലുതായി, അതിൽ നിന്ന് ആരൊക്കെ ഭക്ഷിക്കും? ഒരു മാവ് വെച്ചു നമ്മുടെ നാട്ടിൽ, ഒരു റോഡ് വെക്കിലോ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഭാഗത്തോ ഒരു പ്ലാവ് വെച്ചു, നമ്മൾ മരിച്ചുപോയി, അത് വനവൃക്ഷമായി. ആളുകൾ അതിന്റെ തണലിൽ വന്നിരിക്കും. അതിന്റെ കുഴിയും ആ കബറിലേക്ക് നമ്മൾ കാരണമായ വൃക്ഷം അവിടെ ഉണ്ടായി. അതെന്ത് സംഭവിക്കും? അതിൽ നിന്നൊരു കിളി വന്നു. കിളി വന്നിട്ട് അതിന്റെ ഫലം ഭക്ഷിച്ചു. അതിന്റെ കൂടി നമുക്ക് വരും. കിളി ഭക്ഷിച്ചാൽ പോലും അതിന്റെ കൂടി കബറിലേക്ക് വരും. അപ്പോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിലക്കുള്ള കടൽ വൃക്ഷങ്ങളും അതേപോലെ തന്നെ പല വൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുക. അതും സ്വതന്ത്രത്തിൽ ജാതിയിലേക്ക് ചേർക്കാം. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കണേ, എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. വീണ്ടും പറയുന്നത് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുക അല്ലേ? നമുക്കറിയാം പള്ളിയുടെ മഹത്വം അറിയാം. മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ് മസ്ജിദ് അല്ലേ? അല്ലാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഭവനം. ലോകത്ത് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേത? ഇന്ന് ലോകത്ത് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പള്ളിയ, മസ്ജിദ. അല്ലാഹുവിന്റെ മുഹബ്ബത്തുള്ള ഏറ്റവും കൂടുതൽ മുഹബ്ബത്തുള്ള സ്ഥലമാണ് പള്ളി. കാരണം അവർ അല്ലാതെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല അല്ലാഹുവിന് വേണ്ടി നിരന്തരമായി ഒരു സമൂഹം വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്. ആ പള്ളി നിർമ്മിച്ചു കൊടുക്കുക. നമ്മൾ മരിച്ചു പോയാൽ നമ്മളൊരു പള്ളി നിർമ്മിച്ചു കൊടുത്തു, ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്തു അല്ലേ? ചിലപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളി മൊത്തം നിർമ്മിക്കാൻ കഴിയില്ല. വേണ്ട. നമ്മുടെ നാട്ടിലൊരു പള്ളി നിർമ്മിക്കുന്നു എന്ന് കരുതുക. അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ, മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുന്നു എന്നറിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഫുൾ ഷെയർ നമുക്ക് കൊടുക്കാം കഴിയില്ല. നമ്മളാവുന്നത് ഒരു ഷെയർ ഇട്ടു, അല്ലെങ്കിൽ കുറച്ചു കൊടുത്തു, ഒരു ചാക്ക് സിമെന്റിനുള്ള പൈസ, അല്ലെങ്കിലോ കുറച്ച് മണലിനുള്ള പൈസ, അല്ലെങ്കിൽ കുറച്ച് കമ്പിക്കുള്ള പൈസ നമ്മൾ കൊടുക്കണം. നമ്മുടെ ഇഖ്ലാസിനനുസരിച്ച് ആ പള്ളി എത്ര കാലം അവിടെ നിലനിൽക്കുന്നോ, അതിൽ എത്ര കാലം ജനങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നുവോ അതിന്റെ കൂലി എവിടേക്ക് വരും? കബറിൽ. വലിയ എമൗണ്ടൊന്നും കൊടുക്കേണ്ടി വരില്ല അല്ലെ? നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ശമ്പളം കിട്ടുമ്പോ എത്ര കിട്ടിയാലും 5000 റിയാൽ കിട്ടുന്ന ആൾക്കും അത് മതിയാവില്ലല്ലോ. വീട് വാടക കൊടുത്ത്, ഇലക്ട്രിസിറ്റി ബില്ലടച്ച്, വാട്ടർ ബില്ലടച്ച് ഒക്കെ തീർന്നു വരും. കുടുംബത്തിന് ചെലവ് കഴിയുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ കടം മേടിക്കേണ്ടി വരും. തീരൂല അല്ലെ? നമ്മുടെ ഈ നേടുന്നതൊക്കെ നമ്മൾ എവിടെ ഇങ്ങനെ തിന്ന കൊണ്ടേ കുട്ടിക്കളയുക എന്നൊരവസ്ഥയിലേക്ക് തൊലച്ച് കളയില്ല നിങ്ങൾ. ഇതേപോലെ നിലനിൽക്കുന്ന ദാനധർമ്മമുണ്ട്. പള്ളി നിർമ്മാണം അല്ലെ? പള്ളി നിർമ്മാണത്തിൽ നമ്മളാലാവുന്നത് ചെയ്തു കൊടുക്കാം. നമ്മളാലാവുന്നത് ഒരു പള്ളി മുഴുക്കത്തെത്താൻ കഴിയുന്നവർ അങ്ങനെ ചെയ്തോളൂ. നമുക്കറിയാം നമ്മുടെ ഇവിടേക്കുള്ള ചില അഭിഷേകന്മാർ എന്തിനാ പള്ളി വഖഫ് ചെയ്യുന്നത്? സ്വന്തമായി ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നു. എന്തിനാ? ഈ പുണ്യം കണ്ടിട്ട സുഖമായിട്ട് പോക, കാലങ്ങളോളം കിട്ടും. ഒരു സമൂഹം മുഴുക്കെ അല്ലെ? അയാൾ മരിച്ചാലും പല തലമുറകൾ ആ പള്ളിയിലെ ആരാധനകൾ നടത്തുക, നമസ്കാരം നടത്തുക. അതിൻ്റെ കൂടി പള്ളി അവരെ ആദ്യക്ക് വരും, കബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളി മൊത്തം നിർമ്മിക്കാൻ കഴിയില്ല. വേണ്ട,
നമുക്കാവുന്നത് ചെയ്തു കൊടുക്കാലോ. പുതിയ പള്ളി നിർമ്മാണത്തിന് അല്ലെങ്കിൽ പള്ളി വികസിപ്പിക്കുമ്പോ പള്ളിക്കൊരു വാതില്, പള്ളിന്റെ വാതിൽ പൊട്ടിക്കിടക്കുന്നു അല്ലേ? പള്ളിന്റെ വാതിൽ പൊട്ടിക്കിടക്കുന്ന എന്ത് ചെയ്യാം? അതൊന്ന് നന്നാക്കാൻ കൊടുത്തു കൊടുക്കാം. കൂലി കിട്ടിയില്ലേ? നമ്മുടെ വീട്ടിന്റെ വാതിലിന് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കുമ്പോ മുടക്കി നിങ്ങൾ പറയും. വീടുണ്ടാക്കുമ്പോ പ്രത്യേകിച്ച് പ്രവാസികൾ വീടിന് ഫ്രണ്ടിലെ ഡോർ തന്നെ തേക്കിന്റെ കടഞ്ഞെടുത്ത ഡോർ തന്നെ 3, 4, 5 ലക്ഷം വേണം. തൊട്ടപ്പുറത്ത് പള്ളിയുടെ വാതിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നുണ്ടാവും, ബാത്റൂമിന്റെ വാതിൽ അതൊന്നും കാണില്ല. അള്ളാന്റെ ഭവനമാ. നമ്മുടെ വീട് അള്ള ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. അള്ളാന്റെ പള്ളി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വീടാണ്. അതിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. അതുകൊണ്ട് ഇത് നിലനിൽക്കുന്ന ദാനധർമ്മമാണ്. അള്ളാന്റെ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മളാവുന്നത് 100 റിയാൽ 300 റിയാൽ എത്ര കഴിയാ അത് ചെയ്തു കൊടുത്തുകൂടെ? നിങ്ങൾക്ക് കബറിലേക്ക് കിട്ടുന്ന പുണ്യമാണ്. കഴിഞ്ഞിട്ടില്ല. ഇത്രയും സമ്പത്തൊന്നുമില്ല, പള്ളിക്ക് സംഭാവന കൊടുക്കാനുള്ള ആള് ഇല്ല. എന്ത് ചെയ്യാ? ഒരു ഖുർആൻ അത് നിലനിൽക്കുന്ന ദാനധർമ്മമാണ്. ഒരു ഖുർആൻ ദാനം കൊടുക്കാം അല്ലെ? ഒരു ഖുർആൻ മേടിച്ച് ഖുർആനില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. ഖുർആന്റെ പരിഭാഷ പഠിക്കുക. ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി ഖുർആന്റെ പരിഭാഷ കൊണ്ടേ കൊടുക്കുക. അത് നിലനിൽക്കുന്ന ദാനമാണ്. നമ്മളൊരാൾക്ക് ഖുർആൻ കൊടുത്തു അല്ലെ? നമ്മൾ മരിച്ചുപോയി. ആ ഖുർആൻ കൊണ്ടാണ് ആ മുസ്ലിമിനെ ഓതുന്നുവെങ്കിലോ ഓതിയ ആൾക്കാർക്ക് പുലിയും കിട്ടും, കൊടുത്ത ആൾക്ക് വേറെ അല്ലാഹു കൊടുക്കും. ഇതിലൊരു കുറവും വരുത്തില്ല. കഴിഞ്ഞിട്ടില്ല. വീണ്ടും പറയുന്നു 7ാമത്തെ കാര്യം വലതൻ. പ്രധാനപ്പെട്ട രക്ഷിതാക്കളെ ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിക്കുക. വലതൻ അല്ലെ? നമുക്ക് വേണ്ടി നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് മരിച്ചു പോകുക. വലതൻ മക്കളെ ഉപേക്ഷിക്കുക. ഇവിടെ ജീവിക്കുന്നവരാക്കി വളർത്തിയെടുക്കുക. എങ്ങനത്തെ നമ്മുടെ മരണശേഷം എന്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടായാൽ ഓരോരോ മാതാപിതാക്കൾക്കും ആശ്വസിക്കാം. കബറിലേക്ക് കിട്ടുന്ന കൂലിയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ മറ്റൊരു കുഞ്ഞിൻ കാണുന്നു. എത്ര പറഞ്ഞു എണ്ണി കണക്കാക്കിയിട്ടാണെന്ന് വിചാരിക്കുന്നു. അള്ളാന്റെ ദീനെ പ്രചരിപ്പിക്കുക. അതിനു വേണ്ട കാര്യങ്ങൾ ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുക്കുക. അതിൽ ആളുകൾ സംഘടിപ്പിക്കുക. അങ്ങനെ അള്ളാന്റെ ദീനെ പ്രചരിപ്പിക്കുക. കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയും കാണുന്നു. വഴിയാത്രക്കാർക്ക് വീടില്ലാത്തവർക്ക് വീട് കെട്ടിക്കൊടുക്കുക. നമുക്കറിയാം ബസ് വെയിറ്റിംഗ് ഷെഡ്. അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വീടില്ല, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാം. അത്തരം വീടുണ്ടാക്കി നമുക്കൊരു പങ്കാളിയാകും, ഒരു ഷെയർ ചേരാം. അതൊക്കെ കബറിലേക്ക് കിട്ടുന്ന പുണ്യമാണ്. അതേപോലെ തന്നെ നേരത്തെ 1ാമത്തെ ഈ വിഷയം തുടങ്ങുമ്പോൾ പറഞ്ഞു മുറാബിക്കില്ല അല്ലെ? അള്ളാന്റെ മാർഗത്തിൽ പ്രതിരോധ സന്നദ്ധരായിക്കൊണ്ട് ജീവിക്കുക, അങ്ങനെ മരിക്കുക. ഇതൊക്കെ തന്നെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കബറിലേക്ക് പുണ്യം കിട്ടുന്ന, മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കബറിൽ എത്തിച്ചേരുന്ന പുണ്യങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ കബറുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. നമുക്കറിയാം കബറിലെ ശിക്ഷകൾ. സമയം കുറവാണ്, അതുകൊണ്ട് തന്നെ വേഗമൊന്ന് ഓടിച്ചു പോവുകയാണ്. കബറിലെ ശിക്ഷകൾ സ്ഥിരമാണോ അതോ കുറച്ചു കാലത്തിനാണോ എന്നതാണ്. കബറിലെ ശിക്ഷകൾ സ്ഥിരമാണോ അതോ കുറച്ചു കാലത്തിനാണോ എന്നാണ്. നമുക്കറിയാം മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അഭിപ്രായത്തിൽ കബറിലെ ശിക്ഷയെ കുറിച്ച് അദ്ദേഹം പറയുന്ന നൗആനി അത് 2 തരമാണ്. ഒന്ന് സ്ഥിരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അവസാനിക്കില്ല. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെയും കബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ചില മനുഷ്യന്മാർ. അതിന് തെളിവായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്, നമുക്കറിയാം കബറിലെ ശിക്ഷകളും കബറിലെ രക്ഷകളും പറഞ്ഞ ഭാഗത്ത് ആ ശിക്ഷകൾ പറഞ്ഞു കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാ യൗമിൽ ഖിയാമ.
എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെയും ഇത് ശിക്ഷ അങ്ങനെ തുടരും. അന്ത്യദിനം വരെ